പ്രിയരെ, നോമ്പ് കാലത്തിലെ 6ാമത്തെ ഞായറാഴ്ചയാണ് ഇന്ന്. മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 8ാം അധ്യായത്തിലെ 31 മുതൽ തിരുവചനങ്ങളാണ് ഇന്ന് തിരുസഭ മാതാവ് നമ്മൾ ചിന്തിക്കാൻ നൽകുന്ന തിരുവചന ഭാഗം. യേശുനാഥൻ തൻ്റെ പീഡാസഹന മരണ ഉത്ഥാനത്തെപ്പറ്റി ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ പത്രോസ് യേശുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് പറയുകയാണ്, നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ എന്ന്. യേശുനാഥൻ അവനെ ശാസിച്ചുകൊണ്ട് പറയുകയാണ്, സാത്താനെ, നീ എൻ്റെ പിന്നിലേക്ക് പോകൂ, നീ ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ കാര്യങ്ങളെല്ലാം മനുഷ്യരുടേതാണ് എന്ന് പത്രോസിനെ ശാസിക്കുകയാണ്. സഹനങ്ങളെ സ്വീകരിക്കാനായിട്ട് യേശുവിന് തടസ്സം നിർത്തുകയാണ് പത്രോസ്ലീഹ. ഈ പത്രോസ്ലീഹ തന്നെയാണ് മർക്കോസിന്റെ സുവിശേഷത്തിലെ 8ാം അധ്യായത്തിലെ 27 മുതൽ വചനങ്ങളിൽ കേസരിയ ഫിലിപ്പിൽ വെച്ച് യേശുനാഥൻ ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന്. പത്രോസ്ലീഹ ചാടി ഇപ്രകാരം മുൻപിൽ വീണ് പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. അവൻ്റെ വിശ്വാസം ഉറക്കെ യേശു അവനെ പ്രശംസിച്ച് പറയുകയാണ്. ആ പത്രോസിന് തന്നെയാണ് സഹനങ്ങളെ സ്വീകരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ തടസ്സം പറഞ്ഞ പത്രോസിനെ അവിടുത്തെ ശാസിക്കുകയാണ് സാത്താനെ എന്ന് പറഞ്ഞ്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ ലോകത്തിൽ സഹനങ്ങളൊന്നും സ്വീകരിക്കാനായിട്ട് ആരും തയ്യാറല്ല. സഹനമില്ലാതെ, കുരിശില്ലാതെ കിരീടമില്ല. എല്ലാവർക്കും സന്തോഷം വേണം, സമാധാനം വേണം, എല്ലാം വേണം. പക്ഷേ സഹനങ്ങളെ സ്വീകരിക്കാൻ തയ്യാറല്ല. ഇന്ന് നമ്മുടെ കൊച്ചുമക്കൾക്കാണെങ്കിൽ സഹനങ്ങൾ ഒട്ടും തന്നെ ഉൾക്കൊള്ളാനായിട്ടുള്ള അവസ്ഥയല്ല. അവർ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ഞാനിപ്പോൾ അവർ ചാടും, ഇവർ ചാടും, ഞാനിപ്പോൾ ചത്തുകളയും, മരിച്ചു പോകും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. സഹനങ്ങളെ സ്വീകരിക്കാനായിട്ടൊരു മനസ്സില്ലാത്തൊരു ലോകത്തിലാണ് നാം ജീവിക്കുക. അതുകൊണ്ടാണ് സാത്താനെ എന്ന് പറഞ്ഞ് യേശുനാഥൻ പത്രോസിനെ കുറ്റപ്പെടുത്തുന്നത്. നാഥൻ ശിഷ്യന്മാരോടും ജനങ്ങളോടുമായി പറയുകയാണ്, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വയം പരിത്യജിച്ച് അനുദിനമുള്ള കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന്. യേശുവിൻ്റെ കുരിശെടുത്ത് പിന്നാലെ വരട്ടെ എന്നല്ല. യേശുനാഥൻ നമുക്ക് വേണ്ടി കുരിശെടുത്തു. കാൽവരി കുരിശിൽ രക്തം ചിന്തി നമ്മെ രക്ഷിച്ചു. അവിടുന്ന് രക്തം ചിന്തി നമ്മെ രക്ഷിക്കുകയായിരുന്നു. അത് യേശുവിൻ്റെ കുരിശെടുക്കാനല്ല, മറിച്ച് അനുദിനം നമ്മുടെ കുരിശ്. നമുക്ക് നമ്മുടേതായ കുരിശുകളുണ്ട്. മാർപ്പാപ്പയ്ക്ക് മാർപ്പാപ്പയുടെ കുരിശുണ്ട്, മെത്രാന്മാർക്ക് അവരുടേതായ കുരിശുകളുണ്ട്, വൈദികർക്ക് വൈദികരുടെ കുരിശുണ്ട്, സന്യാസിനികൾക്ക് അവരുടേതായ കുരിശുകളുണ്ട്, ഭാര്യ ഭർത്താക്കന്മാർക്ക് അവരുടേതായ കുരിശുകളുണ്ട്, മക്കൾക്ക് മക്കളുടേതായ ചെറിയ കുരിശുകളുമുണ്ട്, മാതാപിതാക്കന്മാർക്ക് കുരിശുകളുണ്ട്. അങ്ങനെ കുരിശില്ലാതെ ആരുമില്ല. കുരിശില്ലാതെ കിരീടമില്ല. അതുകൊണ്ട് കുരിശുകളെ സ്വീകരിച്ചേ പറ്റൂ. ഈ ലോകത്തിൻ്റെ സുഖ സന്തോഷങ്ങൾക്ക് പിന്നാലെ വരക്കാൻ പായുമ്പോൾ ദൈവികമായി നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതി മറ്റൊന്നാണ്. അതാണ് കുരിശ്. ഈ ലോകത്തിൻ്റെ സുഖ സന്തോഷങ്ങൾക്ക് പിന്നാലെ പരക്കാൻ പായല്ല, മറിച്ച് കുരിശുകളെ നമ്മൾ ദൈവത്തിൻ്റെ കൈകളിൽ നിന്നും സ്വീകരിക്കണം. കാരണം നമ്മുടെ ജീവിതം രക്ഷപ്പെടണമെങ്കിൽ നിത്യതയിലേക്ക് വേണ്ടി ആ കുരിശുകളെ സ്വീകരിച്ചേ പറ്റൂ. യേശുനാഥൻ തുടർന്ന് പറയുന്നുണ്ട്, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവ് നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? പാരീസ് സർവകലാശാലയിലെ വരാന്തയിലൂടെ നടക്കുമ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഇഗ്നേഷ്യസ് ലയോളയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടമാക്കിയാൽ നിനക്ക് എന്ത് പ്രയോജനം? ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? ആ ചിന്തയാണ് അവനെ, ഇഗ്നേഷ്യസ് ലയോളയെ, ദൈവോന്മുഖമായി ചിന്തിക്കുവാനും തൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്താനും ഇടവരുത്തിയത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഈ ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ്. നാം എന്ന ജീവി ഒരു പദാർത്ഥം മാത്രമല്ല, അതിൽ ആത്മാവുമുണ്ട്. ആത്മാവ് ദൈവം നിശ്വസിച്ചതാണ്. ആത്മാവിന് പകരമായി നമുക്കൊന്നും കൊടുക്കാനില്ല. ലോകം മുഴുവൻ നേടിയാലും ആത്മാവിന് നാം നഷ്ടപ്പെടുത്താതെ, നാം ഈ ലോകത്തിൻ്റെ സുഖ സന്തോഷങ്ങൾ പിന്നാലെ വരക്കം പായാതെ ദൈവികമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സഹനങ്ങളെ, കുരിശുകളെ സന്തോഷമായി സ്വീകരിക്കാൻ ശ്രമിക്കാം. നിത്യസൗഭാഗ്യം നമുക്ക് കാത്തിരിക്കുന്നുണ്ട്. സ്വർഗം, ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേര് എഴുതപ്പെടണം. ഈ ലോകത്തിൻ്റെ സുഖ സന്തോഷങ്ങൾക്ക് പിന്നാലെയല്ല വരക്കം പായേണ്ടത്. അലക്സാണ്ടർ ചക്രവർത്തി മരിക്കുന്നതിന് മുമ്പ് അപ്രകാരം എഴുതി വെച്ചതായിട്ട് നമുക്കറിയാം. ഞാൻ മരിക്കുമ്പോൾ ഈ ലോകത്തൊന്നും കൊണ്ടുപോകുന്നില്ല, ഞാനൊന്നും കൊണ്ടുവന്നിട്ടുമില്ല, ഒന്ന് എൻ്റെ ജനമറിയാൻ വേണ്ടി ഒന്നും കൊണ്ടുപോകുന്നില്ല. സാമ്രാജ്യം കെട്ടിപ്പിടിച്ച അലക്സാണ്ടർ ചക്രവർത്തി ഈ ലോകത്തൊന്നും കൊണ്ടുപോകുന്നില്ല എന്ന് വ്യക്തമായി എൻ്റെ ജനങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ മരിക്കുമ്പോൾ എൻ്റെ ശവമഞ്ചത്തിന് പുറത്ത് എൻ്റെ 2 കൈകളും പുറത്തേക്കിടണം, ഞാനൊന്നും തന്നെ ഇവിടുന്ന് കൊണ്ടുപോകുന്നില്ല എന്ന്. പ്രിയമുള്ളവരെ,
നാം മണ്ണിൽ നിന്നും ജനിച്ചതാണ്, മണ്ണിലേക്ക് തന്നെ മടങ്ങേണ്ടതാണ്. ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഒന്നും കൊണ്ടുപോകാനും പറ്റില്ല. അതുകൊണ്ട് നാം ദൈവികമായി ചിന്തിക്കണം. ഈ നോമ്പുകാലം നമുക്ക് ദൈവികമായി ചിന്തിക്കാൻ, കൂടുതൽ ദൈവോന്മുഖമായി ചിന്തിക്കുവാൻ, പ്രാർത്ഥനയുടെ, ഉപവാസത്തിൻ്റെ, പ്രാശ്യത്തിൻ്റെ അരൂപി ജീവിച്ചുകൊണ്ട്, ദൈവോന്മുഖമായി ജീവിച്ചുകൊണ്ട് നിത്യസൗഭാഗ്യത്തെ ലക്ഷ്യമാക്കി മുന്നേറാനുള്ള അവസരമാണ്. അടുത്ത ഞായറാഴ്ച ഓശാന ഞായറാഴ്ചയാണ്, വലിയ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നമുക്ക് നോമ്പിൻ്റെ ചൈതന്യം ജീവിച്ചുകൊണ്ട്, നമുക്ക് യേശുവിൻ്റെ പീഡാസഹന മരണങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ഉത്ഥാനത്തിൻ്റെ സമാധാന ശാന്തി സ്വന്തമാക്കുവാൻ വേണ്ട അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. യേശു തമ്പുരാൻ നമ്മുടെ സഹനങ്ങളെയെല്ലാം ആശീർവദിക്കാനും അനുഗ്രഹിക്കാനും നമ്മെ വിശുദ്ധീകരിക്കാനും വേണ്ട അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നാം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.